പ്രിയ ദേശാഭിമാനിക്കാരാ, അല്ലെങ്കിൽ ഇടതുപക്ഷ മാധ്യമങ്ങളെ, നിങ്ങൾ ഈ വയനാട് ദുരന്തബാധിതർ വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് അവിടെ താമസം ആരംഭിക്കുമ്പോൾ ഒരു 12,000 രൂപയുടെ കണക്കും പറഞ്ഞ് ഇപ്പോൾ ഓടി നടക്കുന്നുണ്ടല്ലോ. നാണമില്ലേ നിങ്ങൾക്ക്? ആ പാവങ്ങൾ, ഒരു നിവൃത്തിയില്ലാത്ത പാവങ്ങൾ അവിടെ കയറി താമസിക്കാൻ, എല്ലാ 51 വീട്ടുകാരും കൂടി ഒരു ആഘോഷമായി കൊണ്ട് നടക്കാൻ അവർ സ്വയം തീരുമാനിച്ചു, പിരിവിട്ടു. 12,000 രൂപ പിരിവിട്ട് അവരുടെ ആളുകൾക്ക്, കുടുംബങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനും അവരൊരു ആഘോഷമാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിൽ പോലും ഒരു പുഴുക്കുത്ത് കാണുന്ന എൻ്റെ സഖാക്കളെ, എൻ്റെ ദേശാഭിമാനിക്കാരാ, എൻ്റെ ഇടതുപക്ഷ ചായ്വുള്ള പത്രക്കാരെ, നിങ്ങളോട് മാന്യമര്യാദയ്ക്കിട്ട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? ചോദിക്കട്ടെ, ഉളുപ്പുണ്ടോ? ഈ പാവങ്ങളാ, ഒന്നുമില്ലാതെ വഴിയാധാരമായ ഈ പാവങ്ങൾ അവരുടെ സ്വന്തം പൈസ കൊണ്ട് പിരിച്ചുവിട്ട് ഒരു പൈസ കുറക്കാൻ വേണ്ടി, അതായത് ഒരുമിച്ച് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആഘോഷിക്കുമ്പോൾ ഭാരിച്ച ചിലവ് വരുന്നത് എല്ലാവരും കൂട്ടമായിട്ട് 51 വീടുകാരും ചേർന്ന് ഒരുമിച്ച് ആഘോഷിക്കാമെന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായി ഓരോരോ വീട്ടുകാരും 12,000 രൂപ ഇട്ട് അവരെ തന്നെ നടത്തുന്ന ആഘോഷത്തിനാണ് ഈ വിള്ളലുണ്ടാക്കുന്നത്, ഇടയിൽ പുഴുക്കുത്തുണ്ടാക്കുന്നത്. അങ്ങനെ ഒരു പുഴുക്കുത്തുണ്ടാക്കിയാൽ മാത്രമേ 750 കോടി രൂപ ചെലവഴിച്ച CPMകാരെ വെള്ളം പൂശാൻ പറ്റൂ. അതായത് സർക്കാരിന്, പിണറായി സർക്കാരിന് വെള്ളം പൂശണമെങ്കിൽ 750 കോടി കയ്യിൽ വെച്ചിട്ട് ഒരു വീട് പോലും പൂർത്തിയാക്കി താമസിപ്പിക്കാൻ പറ്റാത്ത ഈ കേരളത്തിലെ മെഷീനറിയായ സർക്കാർ, കേരളത്തിൻ്റെ സർക്കാർ, പിണറായി നേതൃത്വം കൊടുത്ത സർക്കാരിന് ഇറങ്ങിപ്പോകുന്നത് വരെ സാധിക്കാത്തതിൻ്റെ വിഷമം തീർക്കുകയല്ലേ ചെയ്യുന്നത്. അങ്ങാടി തോറ്റേന് അമ്മയുടെ നെഞ്ചത്തോട്ട് പോയിട്ട് എന്താ കാര്യം? സഖാക്കളെ, ആലോചിക്കുക. ഇനിയെങ്കിലും നാറാതെ, സമൂഹത്തിൻ്റെ മുമ്പിൽ നാണക്കേടുണ്ടാക്കാതെ രാജിവെച്ച് പോ പാർട്ടിയിൽ നിന്ന്. ഇനിയും ഇങ്ങനത്തെ കുഴുക്കുത്തുകളും കൊണ്ട് നടക്കല്ല. മനസ്സ് നന്നാക്ക്. ഈ പാവങ്ങളെ ആളുകളുടെ മുമ്പിൽ പരിഹാസ്യ കഥാപാത്രങ്ങളാക്കല്ല ദയവ് ചെയ്ത്. അവരെങ്ങനെങ്കിലും അവിടെ ജീവിക്കട്ടെ. അവർക്ക് വീട് കൊടുത്ത് വീട് കൈമാറിയതാണ്. അവരെങ്ങനെങ്കിലും അവിടെ താമസിക്കുകയോ പാല് കാച്ചുകയോ ആഘോഷമാക്കുകയോ ചെയ്യട്ടെ. എന്തിനാണ് നിങ്ങൾ ഈ അവരെ പുഴുക്കുത്തുകൾ അന്വേഷിക്കാൻ നടക്കുന്നത്? നാണമില്ല നിങ്ങൾക്ക്?